നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പിന്നെ അവര് പറയുന്ന എല്ലാം കുറ്റമാണെന്ന് തോന്നുന്നു. അങ്ങനെയല്ല മനോഹരേട്ടാ. ദേവികയെ വിശ്വസിക്കുന്നതിന്റെ പകുതിയെങ്കിലും മനോഹരേട്ടൻ സ്വന്തം മോളെ വിശ്വസിക്കണം. ഞാനങ്ങനെ മോളെന്നോ മരുമോളെന്നോ വേർതിരിച്ച് കണ്ടിട്ടില്ല. കാര്യങ്ങൾ വളരെ ചിന്തിച്ച് തന്നെ ഞാൻ ഓരോ തീരുമാനം എടുക്കുന്നത്. നിത്യമോള് പറഞ്ഞതുപോലെ ദേവികയെ കാണാൻ വന്നതായി കൂടെ എന്നില്ലല്ലോ. എന്റെ പൊന്ന് പാർവതി, നിന്റെ തലയ്ക്കെന്നെ ഓളമാണോ? ദേവികമോക്ക് ആരെയെങ്കിലും കാണണമെങ്കിലേ പകൽ വെട്ടത്ത് പുറത്തെവിടെയെങ്കിലും വെച്ച് ആയിക്കൂടെ? അല്ലാതെ പാതിരാത്രിക്ക് ഗേറ്റിന്റെ അടുത്ത് പോയി സംസാരിച്ച് നമ്മുടെ മുമ്പിൽ മോശക്കാരിയാകാൻ നിൽക്കുവോ? മനോഹരേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും എന്റെ സംശയങ്ങൾ തീരില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിൽ ദേവികയുടെ പ്രസൻസ് ഉണ്ട്. അതേ, ആ പാവത്തിന്റെ ജാതകത്തിന്റെ കുഴപ്പമോ? ജാതകത്തിന്റെ കുഴപ്പമാണെന്ന് ഞാൻ പറഞ്ഞെന്ന് വെച്ച് അത് നമ്മുടെ സുതിമോന്റെ മരണമായിട്ട് കണക്ട് ചെയ്യണ്ട. ഞാനൊന്നും കണക്ട് ചെയ്യുന്നില്ലേ. ദേവിക പറയുന്നത് കേട്ട് എല്ലാ കാര്യത്തിലും മനോഹരേട്ടൻ ശരത്തിന് പ്രതിസ്ഥാനത്ത് നിർത്തുമ്പോ രക്ഷപ്പെട്ടു പോകുന്നത് ദേവികയാണോന്നാ എന്റെ സംശയം. നീ കൊള്ളാലോ പാർവതി. അപ്പൊ നീ പറഞ്ഞു വരുന്നത് ഈ വീട്ടിലെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ശരത്തല്ല ദേവിക മോളാണോ അല്ലേ? മനോഹരേട്ടനോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വരുന്നതങ്ങ് അനുഭവിക്കാം, അല്ലാതെ എന്ത് ചെയ്യാനാ? എനിക്ക് ഉറക്കം വരുന്നു. തൽക്കാലം നീ ഇവിടെ ഇരുന്ന നിന്റെ ഈ ചെറിയ ബുദ്ധി വെച്ച് വലിയ വലിയ കഥകൾ ആലോചിക്കും. എന്നിട്ട് സമയം പോലെ പറഞ്ഞു തന്നാ മതി. മനുഷ്യൻ ആപ്പാടെ ഉറങ്ങാൻ കിട്ടുന്ന കുറച്ച് സമയമോ അതുകളെ എനിക്ക് താല്പര്യമില്ല. അപ്പോ അവിടെയും എത്തിയ ആ സ്ത്രീ അല്ലേ? എത്തി.